അസ്സലാമു സ്പെയിനിലുള്ള ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 250 കിലോമീറ്റർ കൂടി ഉണ്ട് ലോഡ് എറണാകുളത്തിലേക്ക്. നാളെ വൈകിട്ട് 5:50 ടൈം രണ്ടാമത് കിട്ടിയേക്കണം ഇൻഷാ അല്ലാഹ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണേ, ഇപ്പം ഞാൻ ഇന്നലെ ചൂടിൻ്റെ കാര്യം പറഞ്ഞ് വീഡിയോ ഇട്ടപ്പോൾ ഗൾഫിലെ കുറേ സുഹൃത്തുക്കൾ ഇക്കാമാരിങ്ങനെ പറഞ്ഞു ഇവിടെ അതിലും ചൂടാണ്. ഞാനും അവരും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ശരി സമ്മതിച്ചു. ഞാനും ഗൾഫിൽ സൗദിയിൽ ജിദ്ദയിലും ദമാമിലും വർക്ക് ചെയ്ത 2 വർഷത്തോളം. അപ്പോൾ നമുക്ക് ഏകദേശം അറിയാം അവിടുത്തെ ചൂടിൻ്റെ എഫക്റ്റ്. പക്ഷേ ഞാനും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ രാവിലെ ഒരു ഫിക്സഡ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ റൂമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എ സിയിലായിരിക്കണം. പക്ഷെ നമ്മുടെ രീതി അങ്ങനെയല്ല. നമ്മൾ ഈ ക്യാബിൻ്റെ ഉള്ളിലാണ് 24 ഹവറും 24 അല്ല ലൈഫ് ടൈം ഈ വർക്ക് ചെയ്യണ. നമ്മൾ രാവിലെ തൊട്ട് വർക്ക്, അതായത് വണ്ടിയിലേക്ക് കയറിയത് തൊട്ട് നാട്ടിൽ പോണവരെയും ഫുൾ ഈ ക്യാബിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ 12 മണിക്കൂർ നമ്മൾ വണ്ടി ട്രാവൽ ചെയ്യുമ്പോൾ എ സിയിൽ വണ്ടി ഓടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മൾ വണ്ടി നിർത്തിയതിന് ശേഷം ഉള്ള 12 മണിക്കൂർ നമുക്ക് മാക്സിമം ഒരു 3-4 മണിക്കൂർ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇടാൻ പറ്റും. ഒരു 3 മണിക്കൂർ നമുക്കൊരു പാർക്കിംഗ് എ സി ഇടാൻ പറ്റും. പക്ഷേ പാർക്കിംഗ് എ സി ഒന്നും എഫക്റ്റ് ഇല്ല, കാരണം അത്രയ്ക്കും ചൂടാണ്. ഇപ്പോൾ ഈ സ്പെയിനിൽ ഇപ്പോൾ ഇച്ചിരി ചൂട് കുറവുണ്ട്, ഒരു 33-34 ഉള്ളൂ ഇപ്പോൾ ഞാൻ നിൽക്കുന്നിടത്തിൽ. പുറത്തുനിന്ന് കാറ്റുള്ളതുകൊണ്ട് നമുക്കത്ര എഫക്റ്റ് ചെയ്യണില്ല. ആ ഒരു വ്യത്യാസമാണ് ഉള്ളത്. അതായത് നമ്മൾ ഈ കണ്ടിന്യൂസ് ഇതിൽ തന്നെ ഇരിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടും നിങ്ങൾ രാവിലെ ജോലിക്ക് പോയി തിരിച്ച് റൂമിൽ വരുമ്പോഴുള്ള വ്യത്യാസമാണ് നമുക്കിടയിലുള്ളത്. അസ്സലാമു അലൈക്കും.